ഈ സാരിയൊക്കെ കല്യാണത്തിന് മാത്രല്ലേ ഉടുക്കുന്നത്, അല്ലാതെ അങ്ങനെ എന്നും ഉടുക്കാനല്ലല്ലോ, ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്ത് പ്രത്യേകത? ഗോകുല് നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ആ, അവൻ മറന്നുപോയതായിരിക്കും. ഇന്നേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ പിന്നെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇതിലും നല്ല ദിവസം വേറെയില്ല. വെഡിങ് ആനിവേഴ്സറിക്ക് കല്യാണ സാരി കൊടുത്ത് മുറിയിൽ ചെല്ലുന്നതാ ഏത് ഭർത്താവിനും ഇഷ്ടം. എന്റെ മാത്രമല്ല, അമ്മയുടെ ഒരു ആഗ്രഹം കൂടിയാ ഇത്. അമ്മ അങ്ങനെ പറഞ്ഞോ? പിന്നെ അമ്മ പറയാതെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മ എന്നെ പറഞ്ഞേൽപ്പിച്ചതാ ഇതെല്ലാം. നീ ഈ സാരി ഉടുത്ത് ചെല്ലുന്നത് അവന് ഇഷ്ടാവും. വാങ്ങിക്കും. നിന്നെ മെരുക്കിയെടുക്കാനുള്ള ചട്ടമൊക്കെ ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ നീ സമൃദ്ധിയായി തന്നെ ജീവിക്കും. അടച്ചുപൂട്ടിയ നിന്റെ ഓർമ്മകളൊന്നും ഇനി ഒരിക്കലും പുറത്തു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വാ. എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്? വിവരക്കേട് കാണിക്കുന്ന ഒരു അതിരില്ലേ? ആരതൊക്കെ ചെയ്തത്? അമ്മേ, അമ്മേ, ശിശിരേ, ഈ സാരി ഗൂഗിള് മറന്നുപോയോ? ഇത് നമ്മുടെ കല്യാണ സാരിയല്ലേ? ഈ കല്യാണ സാരി എടുത്തല്ലേ ഞാൻ ഗൂഗിളിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. താനത് അവിടെ വെച്ചേര്, ഞാനിപ്പോ വരാം. ഗൂഗിൾ എവിടെ പോവാ? കുറച്ച് എമർജൻസി ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു. നാളെ ഒരു പ്രധാനപ്പെട്ട കേസിന്റെ സാക്ഷി വിസ്തരിക്കാനുണ്ടായിരുന്നു. ആളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. സാധാരണ ക്രോസിങ്ങിനൊന്നും അയാളെ പൊളിക്കാൻ സാധിക്കില്ല. അതിന് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തേ പറ്റൂ. അല്ല, തനിക്ക് ഉറക്കം വരുന്നതിന് താൻ കിടന്നു. ഞാൻ വരാൻ ലേറ്റ് ആവും. ഈ പാല് ഈ ലൈറ്റ് ഓഫ് ചെയ്യണം. വേണ്ട. ഇന്നത്തെ ദിവസം തന്നെ ചാടിക്കയറി ഇങ്ങനെ ചെയ്യണായിരുന്നോ? അമ്മയല്ലേ അവളോട് നിങ്ങൾ ഇന്നു മുതൽ ഒരു മുറി ഉറങ്ങണമെന്ന് പറഞ്ഞത്? ഞാനത് പ്രാവർത്തികമാക്കി, അത്രേ ഉള്ളൂ. എടി, അവനോട് ആദ്യം സംസാരിക്കണായിരുന്നു. കഴിഞ്ഞ തവണ അവന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് നിനക്ക് ഓർമ്മയില്ലേ? അമ്മ ഇത് അതുപോലെയല്ല, മൊത്തത്തിലൊരു ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പാ ഞാൻ അവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അതിലേ അവള് വീണു. ആണാണെങ്കിൽ അവനും വീഴും. എന്റെ അമ്മേ, നിങ്ങൾ രണ്ടുകൂടി എന്തായി കാണിക്കുന്നത്?
നാടകമാണോ അതോ വാലയാണോ? എന്റെ ജീവിതം വെച്ചാണോ നിങ്ങൾ കളിക്കുന്നത്? സമൃദ്ധയുടെ കല്യാണ സാരി ഉടുപ്പിച്ച് ഒരു ഗ്ലാസ് പാലും കൈ കൊടുത്ത് അവളെ എന്നെ മുറിലോട്ട് കയറ്റിവിട്ട അവളെന്റെ ഭാര്യയാവോ? ആകുമോന്ന്? എന്താ ആകാത്തത്? അവളുടെ മാനസിക പ്രയാസങ്ങളൊക്കെ മാറിയില്ലേ? മോനെ, ഇന്നു മുതൽ നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങണമെന്ന് ഞാൻ അവളോട് പറഞ്ഞത്. അവളിപ്പോ ശരിക്കും നിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. നിങ്ങളൊക്കെ എന്താ അമ്മേ വിചാരിക്കുന്നത്? ഇതെന്താ മാജിക് ആണോ? താൻ ആരാണെന്ന് പോലും ഓർമ്മയില്ലാത്ത ആ പാവത്തിനെ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പൊ ഞാനോ? എന്നെ കുറിച്ച് നിങ്ങൾ ഓർത്തോ? ഞാനൊരു മനുഷ്യനല്ലേ? എനിക്കെങ്ങനെ അവളുടെ ഭർത്താവാൻ പറ്റും? എന്റെ ഇസബല്ലേ അത്ര പെട്ടെന്ന് മറന്നു കളയാൻ എനിക്ക് പറ്റുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആവശ്യമില്ലാത്തൊക്കെ മറന്നു കളയുന്നതാ നിനക്ക് നല്ലത്. എങ്ങനെയെങ്കിലും നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ നോക്കുമ്പോ നീ ഒരുമാതിരി പൊട്ടം കളിക്കരുത്. ഇതൊരുമാതിരി പട്ടിയുടെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കൊടുത്ത പോലെയായി. തിന്നുകയില്ല, മറ്റുള്ളവരെ തീറ്റിക്കുകയില്ല. എടാ, ചത്തുപോയവള് ചത്തു. അവളുടെ പേരും പറഞ്ഞ് ഇനി കണ്ണീരൊഴുക്കിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിന്റെ ഭാര്യ ഇവളാ. എടീ, മോനെ, അമ്മ മിണ്ടിപ്പോരുത്. ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് വാണിങ്ങി തന്നതാ. എന്നിട്ട് അമ്മ പിന്നെ നിന്ന് ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു.